വേദനയോടെ കേരള മനസാക്ഷിയെ ഒന്നടങ്കം ലജ്ജിപ്പിക്കുന്നതും നടുക്കുന്നതുമായ വാർത്തയാണ് 1.5 വയസ്സുകാരൻ ആർഷിൻ്റേത് കൊലപാതകം. അപ്പൊന്നുമോൻ അനുഭവിച്ച വേദനയുടെ ആഴം ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. അമ്മയുടെ സുഹൃത്ത് അഷ്കർ എന്ന ആ മൃഗം കുരുന്നിനോട് ചെയ്ത മനുഷ്യത്വരഹിതമായ ക്രൂരതയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ വിറയലോടെയല്ലാതെ വായിച്ചു തീർക്കാൻ കഴിയുന്നില്ല. ഒരു 1.5 വയസ്സുകാരൻ്റെ ശരീരത്തിൽ 51 മുറിവുകളും പരിക്കുകളുമാണ് ഉണ്ടായിരുന്നത്. ജനേന്ദ്രിയങ്ങളിൽ ഉൾപ്പെടെ ക്രൂരമായി മർദ്ദനമേറ്റു. കാൽപാദങ്ങളിലും വിരലുകളിലും പൊള്ളിച്ചതിൻ്റെ അടയാളങ്ങൾ. ക്രൂരമായ മർദ്ദനം കാരണം ആഹാരം ഛർദ്ദിച്ചതിന് വീണ്ടും കുഞ്ഞിനെ ഉപദ്രവിച്ചു. ദിവസങ്ങൾക്ക് മുമ്പ് കുഞ്ഞിൻ്റെ 2 കൈകളും ഒടിഞ്ഞു. സൈക്കിളിൽ നിന്ന് വീണതാണെന്ന് കള്ളം പറഞ്ഞ് ആ കൊടും കുറ്റവാളി ക്രൂരത മറച്ചുവെച്ചു. വേദന നിന്നാണ് ആ പൊന്നുമോൻ മരണത്തിന് കീഴടങ്ങിയത്. ഈ കൊടും ക്രൂരതയ്ക്ക് പിന്നാലെ പ്രതിക്ക് ഒരു തരത്തിലുള്ള ദയയും അർഹിക്കുന്നില്ല. നിയമത്തിൻ്റെ പരമാവധി ശിക്ഷ തന്നെ ഇയാൾക്ക് ഉറപ്പുവരുത്തണം. അധികാരികളുടെ വീഴ്ച ഇവിടെ പ്രകടമാണ്. കുഞ്ഞിൻ്റെ കൈ ഒടിഞ്ഞപ്പോൾ തന്നെ അമ്മൂമ്മ പോലീസിൽ പരാതി നൽകിയതാണ്. എന്നാൽ കേരളത്തിലെ ശിശു സംരക്ഷണ സംവിധാനങ്ങളും പോലീസും ആർക്കും വേണ്ടിയാണ് നിലകൊള്ളുന്നത്? പരാതി കിട്ടിയിട്ടും നടപടിയെടുക്കാതിരുന്ന ഉദ്യോഗസ്ഥർക്ക് ശക്തമായ അന്വേഷണം വേണം. വീഴ്ച വരുത്തിയവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം. ഇനിയൊരു കുഞ്ഞിനും ഈ ഗതി വരാതിരിക്കാൻ ഭരണകൂടം ഉണർന്ന് പ്രവർത്തിക്കട്ടെ. ആദരാഞ്ജലികൾ.